വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മളാണെങ്കിൽ വേസ്റ്റ് ആയിട്ട് കളയുന്ന പല സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഈ ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ യുണീക്ക് ആയിട്ടുള്ള, നമുക്ക് കടകളിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കമ്മലുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര നല്ല രസമല്ല കാണാൻ. ഇതിൻ്റെ ബ്ലൂം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ ബോസിൻ്റെ വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് നമുക്ക് കമ്മലിൻ്റെ വീഡിയോ ഇടാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്മൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഈ വേസ്റ്റായിട്ട് കളയുന്ന കാർഡ്ബോർഡ് ബോക്സുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് പറ്റത്തില്ലെങ്കിൽ MDFിൻ്റെ ബോർഡുകൾ, കുഞ്ഞു ബോർഡുകൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആട്ടോ. ഇയറിങ്സ് ഉണ്ടാക്കുന്ന MDF ബോർഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ MDFിൻ്റെ ബോർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാർഡ്ബോർഡ് ആ ഒരു കട്ടിയുള്ള പീസ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു തുണി എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ തുണിയാട്ടോ. അധികം വിലയൊന്നും വരാത്ത ലൈനിങ്ങിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ തുണി ഫാബ്രിക് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്, നല്ല കോട്ടൻ്റെ ഫാബ്രിക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ആ തുണി എന്ന് പറഞ്ഞേക്കുന്നത് ആ ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊരു 3 തുണി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പശ നമുക്ക് ഫെവി ബോണ്ടിൻ്റെ പശ കേട്ടോ. ആ ഒരു പശ ഞാനിവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇയറിങ്ങിൻ്റെ പുറകെ വെക്കുന്ന ആ ഒരു സാധനമുണ്ട്, ആ സുന ഉണ്ടല്ലോ, ആ സുന ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് വശം നമ്മളിതുപോലെ സെക്യൂറായി നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മളിതുപോലെ കത്രിക വെച്ച് കണ്ടിച്ച് കളയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ലോക്കറ്റ് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും ഓരോ പോസ്റ്റുകളിലൊക്കെ. അപ്പോൾ ഈ ഒരു ലോക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ജസ്റ്റ് ജിമിക്ക മാത്രം ആഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ രീതിക്ക് അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഡിസൈൻ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലോക്കറ്റിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നമുക്ക് റോ മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ഒരു കുന്തൻ്റെ ഒരു സ്റ്റോൺ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ആരി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് പല ഷേപ്പിൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു ഗുങ്കുരൂസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇയറിങ്സിൻ്റെ ജിമിക്കയുടെയൊക്കെ താഴെ അടിയിൽ ഇങ്ങനെ, അതാണെങ്കിൽ സിൽവറും ഉണ്ട്. ഇപ്പോൾ ഞാൻ കളറായിട്ടുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ 30 രൂപയുടെ പാക്കറ്റാട്ടോ ഈ ഒരു സാധനം എന്ന് പറഞ്ഞേക്കുന്നത്. 30 രൂപയ്ക്ക് നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ നമുക്ക് ഗ്രാം കണക്കിനാട്ടോ ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പം നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ എത്ര ഗ്രാമിനനുസരിച്ചാണെങ്കിൽ കടക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച് എടുത്തു തരും. അപ്പം പിന്നെ നമുക്ക് ജംറിങ്സ് വേണം. അപ്പോൾ ഞാൻ ജംറിങ് എടുത്തിട്ട് ഇതുപോലെ ഇപ്പം മിക്സ്ഡ് ആക്കിയാട്ടോ. അപ്പോൾ ഈ 2 കളേഴ്സ് ഭയങ്കര രസമാട്ടോ കാണാൻ. അപ്പം ഞാനാണെങ്കിൽ നേരത്തെ ഒരു ബ്ലൂ കളറും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജംറിങ് വെച്ച് കുറേ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലും നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നമ്മളിങ്ങനെ ഇട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളാട്ടോ ഇത്. കുറച്ച് നമ്മൾ ഹാൻഡ് മെയ്ഡ് ഇയറിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നമ്മളൊന്ന് മെനക്കെട്ടൊന്ന് ഇരുന്നെങ്കിലേ നമുക്കിത് ആ ഒരു കറക്റ്റ് ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഹാൻഡ് മെയ്ഡ് ഇയറിങ്സ് ആദ്യം ചെയ്യുമ്പോഴാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് പശ കറക്റ്റ് ചെയ്ത്, ഞാൻ ആദ്യം എടുക്കുന്ന പശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാബ്രിക്കിലൊക്കെ ഒട്ടിക്കുന്ന പശയുണ്ടല്ലോ, അതാട്ടോ ഞാൻ എടുത്തോണ്ട്. അപ്പോൾ അതെനിക്ക് ഒട്ടിച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഫെവി ബോണ്ടിൻ്റെ പശ ഇടുക. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കിട്ടും. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും പെർഫെക്ഷനൊന്നും കിട്ടിയിരുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ അതിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പം നമ്മളതിങ്ങനെ ടോട്ടലിങ്ങനെ അതിങ്ങനെ ഇട്ടിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കുഞ്ഞ് ജിമിക്കയും കൂടെ, നമുക്ക് വലിയ ജിമിക്ക ഇടാം, കുഞ്ഞ് ജിമിക്ക ഇടാം. അപ്പോൾ ഈ വക സാധനങ്ങളെല്ലാം റോ മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിൽ കിട്ടുന്നതായിട്ട്. അതൊക്കെ നമ്മൾ തന്നെ സെർച്ച് ചെയ്യേണ്ടതാണ്. ഒരു സ്റ്റോർ, ഞാൻ എപ്പോഴും പറയുന്ന സ്റ്റോർ, മോട്ടി എന്ന് പറഞ്ഞ സ്റ്റോറിൽ മിക്കവാറും ഉള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ
അവൈലബിൾ ആണ്. അപ്പം ഇതിപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചാൽ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു ഇയറിംഗ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു 2 ഇയറിങ്സും സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണുന്നത്. പിന്നെ ഇതിൻ്റെ പുറയിലാണെങ്കിൽ നമ്മൾ ബട്ടൺസ് കൂടെ നമ്മൾ ഇയറിംഗ് വെക്കുമ്പോൾ ബട്ടൺസ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഞാനത് ഇതുപോലെ സെറ്റായിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ, എന്ത് രസമാണ് കാണാൻ. നമുക്ക് ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുകയും നല്ല രസമായിരിക്കും കാണാൻ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി തയ്യൽക്കടയിലൊക്കെ പോകുമ്പോൾ അധികം വരുന്ന കട്ട് പീസ് തുണികളൊക്കെ നിങ്ങൾ ചോദിച്ച് മേടിക്കാം. എന്നിട്ട് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ നിങ്ങളും ചെയ്തെടുത്തിടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ ബൈ, സീ യു.